ADGP MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഗുരുതര സ്വഭാവമുള്ളത് അനധികൃത സ്വത്ത് സമ്പാദനവും ആഡംബര വീടിൻ്റെ നിർമ്മാണവുമാണ്. ഇതിൽ വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ ചെയ്തിട്ട് സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുകയായിരുന്നു. ഒടുവിൽ ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അന്വേഷണ പരിധി വരിക. മുൻ SP സുജിത് ദാസിനെതിരെയും അന്വേഷണമുണ്ടാകും. അന്വേഷണ സംഘത്തെ ഉടൻ നിശ്ചയിക്കുമെന്നാണ് വിവരം. CPI ഉൾപ്പെടെ ഘടകകക്ഷികൾ വിമർശനം ശക്തമാക്കുകയും പൊതുജന മധ്യത്തിലുള്ള ചർച്ച എന്തുകൊണ്ട് ADGPയെ സർക്കാർ ഇങ്ങനെ സംരക്ഷിക്കുന്നു എന്നത് സജീവമാകുകയും ചെയ്തതിന് പിന്നാലെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നത്. നേരത്തെ PV അൻവർ MLA ആണ് DGPക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. ADGP MR അജിത് കുമാർ കവടിയാറിൽ നിർമ്മിക്കുന്ന കൊട്ടാര സദൃശ്യമായ ഭവനം, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ട് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതി. ഇക്കാര്യത്തിലാണ് വിജിലൻസിന്റെ അന്വേഷണം. ഓണാവധിക്ക് മുൻപ് തന്നെ DGP ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയെങ്കിലും ഓണാവധി കഴിഞ്ഞ് പ്രവൃത്തി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരുന്നില്ല. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അതിൻ്റെ രൂപീകരണം താമസിയാതെ തന്നെ ഉണ്ടാകും. ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിലുള്ളത് എന്നതും വൈകാതെ തന്നെ വ്യക്തമാകും. ഏതായിരുന്നാലും ADGPയെ സംബന്ധിച്ച് ഒരു നിയമ നടപടി കൂടി നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ്. നേരത്തെ DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ADGPക്ക് പങ്കുണ്ട്. പിടികൂടുന്ന സ്വർണം തട്ടിയെടുക്കുന്നു. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് വിജിലൻസ് അന്വേഷണം കൂടി MR അജിത് കുമാർ നേരിടേണ്ട സാഹചര്യമാണ്. വലിയ തോതിൽ പണം സമ്പാദിച്ചു. യൂട്യൂബ് ഉടമയിൽ നിന്ന് 1.5 കോടി രൂപ ഈ തരത്തിൽ ADGP വാങ്ങിയെടുത്തു. ചില കേസുകൾ ഇല്ലാതാക്കുന്നതിന് അല്ലെങ്കിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി അത്തരത്തിൽ പണം വാങ്ങി തുടങ്ങിയ ആരോപണങ്ങളും PV അൻവർ നേരത്തെ ഉന്നയിച്ചിരുന്നു.